ഹലോ, നമസ്കാരം. നുബ്രയിലെ രാവിലെ 7 മണിയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഞങ്ങളുടെ ലഗേജ് വണ്ണാണ് കാണുന്നത്. ഇന്ന് ഞങ്ങൾ തിരിച്ച് ലേയിലേക്ക് പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പല പല കോട്ടേജുകളിലായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസത്തെ പോലെ തന്നെ വാലിയിലുള്ള ഈ ഒരു അഡ്വഞ്ചർ പാർക്കിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ റീഗ്രൂപ്പിംഗ്. നുബ്രയിൽ നിന്ന് ലേയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, 170 കിലോമീറ്ററേ ഉള്ളൂ. എല്ലാവരും ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോ എടുപ്പിൻ്റെയും ഒക്കെ തിരക്കിലാണ്. അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈനിൽ കൂടെ ഒരാൾ പോകുന്നത് കണ്ടോ? ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലേയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. 110ഓളം ബൈക്കുകളും 2 ലഗേജ് വാനും 2 മെക്കാനിക്കൽ വാനുകളും 2 ഡോക്ടർമാരുടെ വാനുകളും 4 മീഡിയക്കാരുടെ വണ്ടികളും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ വലിയ ഗ്രൂപ്പിൻ്റെ അവസാനത്തെ യാത്രയാണ് ഇന്നത്തെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ലേയിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റായി 2 വഴിക്കാണ് തിരിച്ച് ചണ്ഡീഗഡിലേക്ക് പോകുന്നത്. 5 ദിവസമായിട്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പായിട്ടായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അത് സ്പ്ലിറ്റായി 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 2 വഴിക്കാണ് നാളെ മുതൽക്കുള്ള അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽക്കുള്ള യാത്ര, ഞങ്ങളുടെ എല്ലാ യാത്രകളും. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രത്യേകത. ഇന്നാണ് ഞങ്ങൾ സെക്കൻഡ് ഹയ്യസ്റ്റ് പാസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹയ്യസ്റ്റ് ആയിട്ടുള്ള കാർദുങ്ല പാസ് ചെയ്യുന്നത്. 18,000 അടി ഹൈറ്റിലാണ് കാർദുങ്ല. ലേയിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് 170 കിലോമീറ്റർ ദൂരമുള്ളെങ്കിലും റോഡിൻ്റെ അവസ്ഥ മഹാമോശമായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ. ഞങ്ങളുടെ ഒരു ലഗേജ് വാനാണ് ഈ മുന്നിൽ പോണത്. അതിനെ ഓവർടേക്ക് ചെയ്യാണ് ഞങ്ങളിപ്പോൾ. റോഡുകൾ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വളരെ കുറച്ചേ നല്ല ടാർ റോഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെയൊന്നും പറയാൻ പറ്റില്ല, മിക്ക സ്ഥലങ്ങളിലും ഇതിനേക്കാൾ മോശമായിരുന്നു റോഡുണ്ടായിരുന്നത്. റോഡ് പൊടിമണ്ണും പിന്നെ ചല്ലുകളും അല്ലാന്നെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ ആയത് കാരണം റൈഡ് ചെയ്യാൻ നല്ല വിഷമം തന്നെയായിരുന്നു. പല സ്ഥലങ്ങളിലും റോഡിന് വീതി വളരെ കുറവായിരുന്നു. സൈഡ് കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ടെൻഷനാകുമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. 1-2 കൊല്ലങ്ങൾക്ക് ശേഷം ഹൈവേ പോലെയായിരിക്കും മിക്കവാറും ഈ റോഡൊക്കെ ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കൽ പോലും നമുക്ക് വരണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. കാരണം ഹിമാലയത്തിൻ്റെ ഭംഗി അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് ഹിമാലയം. വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നൊരു സ്ഥലമാണ് ഹിമാലയാസ്.
നോർത്ത് പുള്ളല്ല കേട്ടോ, പുള്ളു. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി ചായ കുടിച്ചു. ഇനി കർദുംഗ്ല കയറുകയാണ്. ഈ കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഒരുപാട് മലകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ കർദുംഗ്ല എത്തുന്നത്. കർദുംഗ്ല 18,000 അടി ഹൈറ്റിലാണ്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് വളരെ അടുത്ത് വരെ മഞ്ഞൊക്കെ കാണാൻ പറ്റും. ഏത് മലയുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വെളുത്ത നിറത്തിൽ കാണുന്നത് മഞ്ഞും ഇതുപോലെ മഞ്ഞൊഴുകിയിട്ടുള്ള വെള്ളത്തിൻ്റെ നീർച്ചാലുകളാണ് കാണാൻ പറ്റുക. ആ കാണുന്നതൊക്കെ മഞ്ഞായിരുന്നു കേട്ടോ, മഞ്ഞൊരുകി വരുന്നതാണ്. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ യാക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. യാക്ക് മേഞ്ഞ് നടക്കുന്ന യാക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. രോമൊക്കെ കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകരജീവിയാണെങ്കിലും യാക്ക് നമ്മൾ പശുവിനെയൊക്കെ വളർത്തുന്ന പോലെ നാട്ടുകാർ വളർത്തുന്ന ഒരു ജീവിയാണ്. അങ്ങനെ ഞങ്ങൾ കർദുംഗ്ല എത്തുകയാണ്. നല്ല വീതി കുറവുള്ള റോഡായിരുന്നു. കൂടാതെ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം എല്ലാ ഭാഗത്തും മെറ്റലൊക്കെ കൂട്ടിയിട്ടുള്ളതുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കർദുംഗ്ല പാസ്. ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഇവിടെയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ വലിയതായത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. കാരണം നുബ്രയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന വഴിയായത് കാരണം എല്ലാവരും ഈ ഒരു പാസിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടായി, ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളായി, ഗ്രൂപ്പായി നിന്നിട്ടുള്ള ഫോട്ടോ എടുപ്പായി. അങ്ങനെ നല്ല രസമായിരുന്നു ഇവിടെ. 18,000 അടിയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയമല്ലാതെ ആയത് കാരണം എല്ലാവരും ഇഷ്ടംപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത്. ഉംലിങ്ങിലെ പോയിട്ട് എല്ലാവർക്കും തിരിച്ചിറങ്ങാൻ തിരക്കായതുപോലെയൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഒരു പില്ലറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണത് കാണുന്നത്. വണ്ടിയിൽ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും സർക്കസ് കാണിക്കുന്നതൊക്കെയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. രമേശേട്ടൻ ക്യൂവിലാണ് അതിൻ്റെ മുന്നിലേക്ക് നീങ്ങാനുള്ള ക്യൂ. അങ്ങനെ ഞങ്ങളും ക്യൂ നിന്ന് അതിൻ്റെ മുന്നിലേക്ക് നിന്നിട്ട് ഒരുപാട് ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇഷ്ടംപോലെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ കയറാം. നമ്മുടെ ഓരോ PR-ൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കയറാം. നല്ല ട്രാഫിക്. ഇതിൻ്റെ അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന ശേഷം ഖാർദുംഗ്ലയിൽ നിന്ന് ലേയിലേക്കുള്ള യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ യാത്രയുടെ വിശേഷങ്ങളും അതുപോലെ ലേയിലത്തെ കുറച്ച് കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.